YKSൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നും ബാക്കുവിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ബാക്കുവിൽ. നമ്മളിന്ന് പോകുന്നത് ബാക്കുവിൽ നിന്നും ഏകദേശം 225 കിലോമീറ്റർ ദൂരെയുള്ള ഗബാല എന്ന് പറയുന്ന സ്ഥലം കാണാനായിട്ടാണ്. ഏകദേശം 4 മണിക്കൂറാണ് ബാക്കുവിൽ നിന്നും ഗബാലയിലെത്താൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിരാവിലെ റൂമിൽ നിന്ന് പോകുന്നു. ഗബാല എന്ന് പറയുന്ന സ്ഥലം അസർബൈജാനിലെ തന്നെ ഒരു ഗ്രാമപ്രദേശമാണ്. ബാക്കുവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് ഗബാലയിലത്. കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെയാണ് അവിടുത്തുകാരുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള പുതുതലമുറകൾ പലരും ഇന്ന് ബാക്കുവിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ഒക്കെ. നമ്മുടെ ഡ്രൈവർ മുഹമ്മദും ഗബാലയിലുള്ള ആളാണ്. പക്ഷേ ആൾ ഇവിടെ ബാക്കുവിലേക്ക് ഷിഫ്റ്റായിട്ട് ഇവിടെയാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. നമ്മൾ ഗബാലയിലേക്ക് അടുക്കുന്തോറും റോഡിൻ്റെ ഇരുവശത്തു നിന്നുള്ള കാഴ്ചകളെല്ലാം മാറി തുടങ്ങി. അത്യാവശ്യം പച്ചപ്പും കുറച്ച് മരങ്ങളും എല്ലാം കണ്ടു തുടങ്ങി. ഇനി അങ്ങോട്ട് കുറച്ച് ഹിൽ സ്റ്റേഷനാണ്. ഗബാലയിൽ മുഹമ്മദ് നമ്മൾ ആദ്യം കൊണ്ടുപോയത് എസൻസോ എന്ന് പറയുന്ന ലാവണ്ടർ ഗാർഡൻ കാണാനായിട്ടാണ്. ഒരുപാട് വീഡിയോകളിലും ഒരുപാട് സിനിമകളിലും ഒക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണിത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ലാവണ്ടർ ഗാർഡനാണ് എസൻസോ. ഒരുപാട് കല്യാണ വീഡിയോകളും സിനിമ ഷൂട്ടിങ്ങുകളും ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ലാവണ്ടർ ഗാർഡൻ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ശരിക്കും ബാക്കുവിലേക്ക് വരേണ്ടത് സമ്മറിലാണ്. വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. ഇവിടെ ഈ ലാവണ്ടർ ഗാർഡനോട് ചേർന്ന് തന്നെ 1-2 ഷോപ്പുകളുണ്ട്. അവിടെ വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാവണ്ടർ ഫ്ലേവറുകളിലുള്ള സോപ്പുകളും ക്രീമുകളും ബോഡി ലോഷനുകളും ഒക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഇവിടുന്ന് മേടിക്കാം. അതിൻ്റെയൊക്കെ പ്രൈസ് 10 മനാത്ത്, 50 മനാത്ത്, അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസുകളാണ്. അടുത്തത് നമ്മൾ പോകുന്നത് തുഫാൻ ടാഗ് എന്ന് പറയുന്ന വിൻ്റർ റിസോർട്ടിലേക്കാണ്. ലാവണ്ടർ ഗാർഡനിൽ നിന്ന് നമ്മൾ തുഫാൻ ടാഗിലേക്ക് പോകുന്ന വഴി അതിമനോഹരമായ കാഴ്ചയാണ് റോഡിൻ്റെ ഇരുവശത്തുള്ളത്. നിറയെ സൂര്യകാന്തി പൂത്തു നിൽക്കുന്ന പാടങ്ങളും നല്ല പച്ചപ്പും കൃഷിയിടങ്ങളും ഗോതമ്പ് പാടങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സമയം ഏകദേശം ഉച്ചയോടടുത്ത് നമുക്ക് എന്തായാലും ലഞ്ച് കഴിക്കണം. ഗബാലയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ് സൻലാൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. ആ എൻട്രൻസ് കടന്നുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുക്കിംഗ് പാറക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ തനതായ ഒരു ഭക്ഷണശൈലിയുണ്ട്. ആ ഭക്ഷണശൈലിയിലുള്ള റൊട്ടിയും മീറ്റ് കല്ലിൽ ചുട്ടതും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. എന്തായാലും അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ തുഫാൻ ടാഗിലേക്ക് പോന്നു. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തുഫാൻ ടാഗിലെത്തി. ഈ കാണുന്നതാണ് തുഫാൻ ടാഗ് വിൻ്റർ റിസോർട്ട്. ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേബിൾ കാർ സഫാരിയും അതുപോലെ തന്നെ ബഗ്ഗി ഡ്രൈവിങ്ങും സ്കീയിങ്ങും ഒക്കെയാണ്. എന്തായാലും സ്കീയിങ് ഇപ്പോൾ ഇല്ല, അത് വിൻ്ററിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഒരു ലൊക്കേഷനിലെത്തി. ഈ പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്നത് തുഫാൻ ടാഗ് വിൻ്റർ റിസോർട്ട് എന്നാണ്. ഗബാലയിൽ ശരിക്കും 2 സീസണാണുള്ളത്. ഒന്ന് സമ്മറും മറ്റത് വിൻ്ററും. സമ്മറിൽ ഇവിടെയുള്ള ആൾക്കാർ ഇവിടുന്ന് കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അത്യാവശ്യം വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ശേഖരിച്ച് വയ്ക്കും വിൻ്ററിലേക്കുള്ളത്.
നമുക്ക് സൈഡിൽ ഈ കാണുന്നത് ഒരു റിവറാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് അതിനകത്ത് വെള്ളമില്ലാത്തത്. അതേസമയം മഴ പെയ്ത് മഞ്ഞുകാലമായി കഴിയുമ്പോഴത്തേക്ക് വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു റിവറാണിത്. നമ്മൾ പോകുന്ന ഈ കേബിൾ കാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1666 മീറ്ററാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഗബാലയുടെ ഏകദേശം ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ മൗണ്ടൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗബാലയിൽ 2 സീസണാണുള്ളത്. ഒന്ന് സമ്മറും ഒന്ന് വിൻ്ററും. വിൻ്ററിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ മലകൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒരിടത്ത് പോലും നമുക്കൊരു പച്ചപ്പ് കാണാൻ സാധിക്കുകയില്ല ഇവിടെ. ഇത് കൂടാതെ ഗബാലയിൽ മറ്റ് 2 കേബിൾ കാറുകൾ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അങ്ങോട്ടേക്കൊന്നും പോകാനായിട്ടുള്ള സമയമില്ല. നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം. ഗബാലയിലെ കൂടുതൽ വിശേഷങ്ങളും ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരിക്കൽ കൂടെ ഗബാലയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഗബാലയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബാക്കുവിലേക്ക് തിരികെ പോന്നു. നമ്മൾ തിരിച്ച് ബാക്കുവിലെത്തുമ്പോഴത്തേക്കും രാത്രി ഒരുപാട് വൈകി. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്ന് 2 ഉദ്ദേശം. ഒന്ന് ബാക്കു മെട്രോ കാണുക, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ നിസാമി മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. ഈ കാണുന്നതാണ് ആ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ താഴേക്ക് ഈ കാണുന്ന എസ്കലേറ്ററിലൂടെ താഴേക്ക് പോയിട്ട് അവിടെയാണ് മെട്രോ വരുന്നത്. രാജമേശ്വരിയോട് പറഞ്ഞിട്ട് കിണർ കുടിക്കാൻ പറഞ്ഞതാ. ഈ കാണുന്നതാണ് നിസാമി മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശം. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ. വളരെയധികം വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ ചുവരുകളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ ചിത്രങ്ങളാണ് ഇവിടെയെല്ലാം മാർബിളിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബാക്കു മെട്രോ. അസർബൈജാൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നപ്പോൾ 1967 നവംബർ 6-നാണ് ബാക്കു മെട്രോ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. 27 സ്റ്റേഷനുകളുള്ള ബാക്കു മെട്രോയുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 48 കിലോമീറ്ററാണ്. നമ്മളിവിടേക്ക് വന്നപ്പോൾ തന്നെ ഒരു മെട്രോ വന്നു. നമ്മളെന്തായാലും അതിൽ കയറിയില്ല. നമ്മളെന്തായാലും അടുത്ത വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ബാക്കു മെട്രോയിൽ കയറി നിസാമി സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ മെട്രോയിലെല്ലാം കറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലെത്തി. നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോന്നു. നമ്മൾ ഏകദേശം 4 ദിവസമാണ് ബാക്കുവിലുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും ഗബാല ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഗബാല കാണാനായിട്ട് മാത്രം ബാക്കുവിലേക്ക് വരുന്നതാണ്. ഗബാലയിലെ ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ തനതായ ഭക്ഷണ ശൈലിയും എല്ലാം ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഗബാലയിലേക്ക് വരുന്നതായിരിക്കും. ഗബാലയും അതിൻ്റെ ചുറ്റുമുള്ള മറ്റു ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളും എല്ലാം കാണാനായിട്ട് ഇനി ഒരിക്കൽ കൂടെ നമ്മളിവിടെ വരുന്നതാണ്. അവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മൾ അസർബൈജാനിൽ കണ്ട ബാക്കുവും ഗബാലയും തികച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് ജീവിത ശൈലികളും കാര്യങ്ങളുമാണ്. അങ്ങനെ മുഹമ്മദ് ഞങ്ങളെയും കൊണ്ട് ബാക്കു എയർപോർട്ടിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ബാക്കു എയർപോർട്ടിൻ്റെ മുൻഭാഗം. അങ്ങനെ ബാക്കുവിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് കുവൈറ്റിലേക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പ്ലീസ്. താങ്ക് യു.